ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വെറൈറ്റി ഇൻഫർമേഷനാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് ചില ആൾക്കാർ കോൾ ചെയ്യും, ചില ആൾക്കാർ വാട്സപ്പ് ചെയ്യും. എനിക്ക് 800 സിബിൽ സ്കോർ ഉണ്ട്, 850 ഉണ്ട്, 900 ഉണ്ട്, എനിക്ക് ലോൺ കിട്ടുന്നില്ല. എന്നാൽ എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത എൻ്റെ ഫ്രണ്ടിന് 600 സിബിൽ സ്കോർ ഉള്ളൂ, അവന് ലോൺ കിട്ടി. അതുപോലെ തന്നെ ഞാൻ നെഗറ്റീവ് ഏരിയ അല്ല, എൻ്റെ ഏരിയ പോസിറ്റീവ് ഏരിയയാണ്, എൻ്റെ സുഹൃത്ത് നെഗറ്റീവ് ഏരിയയിലാണ്, എന്നാൽ അദ്ദേഹത്തിന് ലോൺ കിട്ടി. അങ്ങനെ ഒരു ലോഡ് കംപ്ലൈൻ്റ് ആണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സർവേ പോലെ ജസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇതിൽ കാണുന്നത് ഭൂരിഭാഗം ആൾക്കാർക്കും ഏകദേശം ഒരു 75 to 80% ആൾക്കാർക്കും ലോൺ റിജക്റ്റ് ആകുന്നത് അവർ ആ ഫില്ല് ചെയ്യുന്ന അപ്പ് ഫ്രണ്ടിൽ തന്നെ റിജക്റ്റ് ആകുന്ന കാരണം ആ ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസിൽ കുറച്ച് മിസ്മാച്ച് വരുന്നതുകൊണ്ടാണ്. മിസ്മാച്ച് എന്ന് വെച്ചാൽ നിങ്ങൾ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ ചെയ്താൽ മാത്രമേ അങ്ങനെയുള്ള ലോൺസുകൾ കിട്ടുകയുള്ളൂ. അത് ഞാൻ പ്രൂഫ് ഉൾപ്പെടെ കാണിച്ചു തരാം. ചില സമയങ്ങളിൽ എനിക്കും 750 770 അടുത്ത് സിബിൽ സ്കോർ ഉണ്ട്, എന്നാൽ എനിക്കും ചില സമയങ്ങളിൽ എൻ്റെ ലോൺ റിജക്റ്റ് ആകും. മനസ്സിലായല്ലോ? അപ്പോൾ ഞാനിത് മുൻപത്തെ വീഡിയോസിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ചെയ്യണം, എന്നാൽ മാത്രമേ ലോൺ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചില ആൾക്കാർ പെട്ടെന്ന് ചില ആൾക്കാർ അങ്ങനെയാണ്, ഒരു സത്യം മാത്രമേ ടൈപ്പ് ചെയ്യുള്ളൂ. ചില ആൾക്കാർ മുഴുവൻ ഫേക്ക് ആയിരിക്കും ടൈപ്പ് ചെയ്യുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരാണല്ലോ, പൊതുജനം പലവിധം എന്ന് പറയുന്ന പോലെ. അപ്പോൾ നമുക്ക് ചില ആപ്പിൽ നിന്ന് ലോൺ കിട്ടണമെങ്കിൽ ചെറിയ ചെറിയ ട്രിക്കുകൾ അല്ലെങ്കിൽ ടെക്നിക്കുകൾ നമ്മൾ ചെയ്താലേ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒരു ആപ്പിനെ കുറിച്ച് മാത്രം പറയുന്നില്ല, എല്ലാ ആപ്ലിക്കേഷനും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവർ എങ്ങനെ തിരിച്ചടയ്ക്കും. ഇപ്പോൾ ജോലിയും കൂലിയും ഇല്ലാത്ത ഒരാൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് വരുമാനം കാണും, പക്ഷേ നമുക്ക് റെക്കോർഡിക്കലി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലോ ഒന്നും ഇത് കാണിക്കുന്നില്ല. ചിലപ്പോൾ നമ്മൾ കയ്യിലായിരിക്കും ക്യാഷ് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിലാണ് ക്യാഷ് മേടിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി സിബിലിന് എത്ര കൂടുതലുണ്ടെങ്കിലും റിജക്റ്റ് ചെയ്യും. പക്ഷേ സിബിൽ ഇല്ലാത്തൊരാൾ നമ്മൾ ബാങ്ക് ത്രൂ ആണ് ക്യാഷ് മേടിക്കുന്നതെന്ന് കാണിച്ചാൽ, ആ ഫില്ല് ചെയ്യുന്നതിൽ കാണിച്ചാൽ അവർക്ക് ലോൺ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഈ പറയുന്ന ടെക്നിക്കുകൾ. അത് കാണിച്ചു തരാം, നോക്കട്ടെ. അപ്പോൾ ഇതെനിക്ക് ട്രൂ ബാലൻസിൽ നിന്ന് കിട്ടിയ രണ്ടാമത്തെ ലോൺ എമൗണ്ടാണ്. മൂന്നാമത്തെ ലോൺ എമൗണ്ട് 8136. അത് 2708 വെച്ച് 3 EMIയിൽ എനിക്ക് പേ ചെയ്യണം എന്നാണ് കാണിക്കുന്നത്. ഒരു സിബിൽ സ്കോറിൽ പല ടെക്നിക്കുകളിൽ പല തരത്തിൽ അപ്ലൈ ചെയ്തപ്പോൾ അവർ റിജക്റ്റ് ചെയ്ത കാര്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ട്രൂ ബാലൻസിലാണ്. സെയിം സിബിൽ സ്കോർ വെച്ച് തന്നെ അപ്പ് ചെയ്ത സമയത്ത് റിജക്ഷനുമായി, എന്നാൽ സെയിം സിബിൽ സ്കോർ വെച്ച് തന്നെ ചെയ്തപ്പോൾ അത് അപ്രൂവ്ഡുമായി. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഫില്ല് ചെയ്യുന്ന ടൈമിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നോക്കൂ, ഈ വെൽക്കം ലോൺ 29 മാർച്ച് 2024 ചെയ്തത് 4795 രൂപയാണ്. അത് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചെയ്തത് എനിക്ക് റിജക്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ 9-ാം തീയതി ഇപ്പോൾ ഏറ്റവും മുകളിൽ കാണുന്നത് 8136 രൂപ അപ്രൂവൽ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഫില്ല് ചെയ്ത് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ട്രൂ ബാലൻസിൽ എനിക്ക് പറ്റുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി എടുത്തുകൊണ്ട്, എന്നാലേ നമ്മൾ വീണ്ടും എടുക്കാൻ പറ്റുകയുള്ളൂ. ഇത് അടച്ചാൽ മാത്രമേ കാണിക്കുകയുള്ളൂ. അഞ്ചിലും സെയിം അവസ്ഥയാണ്. ഞാൻ 4130 രൂപ ഞാൻ പേ ചെയ്യാനുണ്ട്. അത് ഞാൻ പേ ചെയ്തു. ഇനി അപ്ലൈ ആവുമെന്ന് വെച്ചാൽ എനിക്ക് ഒന്നാമത് ഡോക്യുമെൻറ്റേഷൻ ഒന്നും ചോദിക്കില്ല. കണ്ടിന്യൂ കൊടുത്താൽ എനിക്ക് എത്ര മാസം എന്ന് ചോദിക്കും. 62 ദിവസത്തേക്ക് ഉണ്ട്. 62 ദിവസത്തേക്ക് 2 EMI, അതായത് 4270 വെച്ച് 120 ദിവസത്തേക്ക് എടുക്കും. അത് അത്ര EMI വെച്ചാണ്. ഒരു കാരണവശാലും 120 ദിവസത്തേക്കൊന്നും ഈ 8000 രൂപ എടുക്കരുത്, നല്ല പലിശയായിരിക്കും. മാക്സിമം പോയാൽ 62 ദിവസം, അതിൽ കുറഞ്ഞ ദിവസമില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് കുറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് അതിൽ ഇപ്പോൾ ട്രൂ ബാലൻസിൽ ചോദിക്കാം, നിങ്ങൾക്ക് ക്യാഷ് എങ്ങനെയാണ് നിങ്ങൾക്ക് റിസീവ് ആവുന്നത്. അതിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഉണ്ട്, ചെക്ക് ഉണ്ട്. നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കുക. ട്രാൻസ്ഫർ ആകുന്നത് ബാങ്ക് അക്കൗണ്ട് വഴി തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ റിജക്റ്റ് ആകും. അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി, നമ്മളിപ്പോൾ സെൽഫ് എംപ്ലോയ് ആയിരിക്കും, നിങ്ങൾ നല്ലൊരു കമ്പനി കൊടുക്കുക. ഏതെങ്കിലും ഒരു ബാങ്കോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏജൻസിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും IT ഫേമോ സോഫ്റ്റ്വെയർ ഫേമോ, അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ചില ആപ്പിൽ ചോദിക്കുക, നിങ്ങൾ ഇതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ലോൺ ഡിലേ വരുത്തിയിട്ടുണ്ടോ. അപ്പം നമ്മൾ ജെന്യൂനാണെന്ന് കാണിക്കാൻ വേണ്ടി യെസ് എന്ന് കൊടുക്കും. അത് ആ സ്പോട്ടിൽ തന്നെ റിജക്റ്റ് ആകും. അത് നോ എന്ന് തന്നെ കൊടുക്കുക. അവർ ചില സമയങ്ങളിൽ, ഇത് ഞാൻ പറയുന്നത് ഈ സാലറി ഇല്ലാതെ കിട്ടുന്ന ആപ്പിൻ്റെ കാര്യമാണ് കേട്ടോ. ചില ആപ്പിൽ സാലറി ഉള്ളവർക്കും ഇങ്ങനെ ചോദിക്കും, അത് ശ്രദ്ധിക്കുക. മെയിൻലി നമ്മൾ സാലറി ഇല്ലാതെ കേസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മാരീഡോ അല്ലെങ്കിൽ അൺമാരീഡോ എന്ന്
ചോദിക്കും. അത് മാരീഡ് എന്ന് തന്നെ കൊടുക്കണം. മാരീഡ് എന്ന് കൊടുത്താലുള്ള ഗുണമെന്ന് വെച്ചാൽ ഓക്കെ ആൾ ജെനുവിനാണ്, മാരീഡാണ്, അപ്പം പറ്റിക്കുകയില്ല, അപ്പോൾ നമ്മൾ തരുമെന്ന് അവർ വിശ്വസിക്കും. ഓക്കെ. പിന്നെ നിങ്ങൾ താമസിക്കുന്നത് ഓൺ ഹൗസ് ആണോ റെൻറ്റഡ് ആണോ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഓൺ ഹൗസ് തന്നെ കൊടുക്കുക. ഇതൊന്നും നിങ്ങളുടെ പ്രൂഫ് ചോദിക്കില്ല, ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയോ ഒന്നും തന്നെ ചോദിക്കുകയില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ട്രൂ ബാലൻസ് എന്ന് ഫസ്റ്റ് എടുത്തിട്ട് രണ്ടാമത് എടുക്കുമ്പോൾ റിജക്ഷൻ കാണിക്കുന്നത്. അവർ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് സാലറീഡാണ്, പിന്നെ മീൻസ് അവർ സാലറി കിട്ടുന്ന ബാങ്കിലാണ്, പിന്നെ എന്തെങ്കിലും ഒരെണ്ണം തെറ്റിപ്പോവും. ഓക്കെ, ഉദാഹരണത്തിന് അവരുടെ ഇപ്പോൾ സാലറി കൊടുക്കുന്നവർക്ക് ക്യാഷ് ആയിട്ടാണ് മേടിക്കുന്നത് വെച്ചാൽ അത് റിജക്റ്റ് ചെയ്ത് കളയും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മസ്റ്റായിട്ട് നിങ്ങളെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ചെക്ക് ചെയ്ത് നോക്കില്ല. ട്രൂ ബാലൻസ്, അതുപോലെ തന്നെ ഈ ബ്രാഞ്ച്, മണി വ്യൂ അങ്ങനെയുള്ള ആപ്പുകളിൽ ഇങ്ങനെ കുറച്ച് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരുന്നത് നിങ്ങളുടെ ഒരു എലിജിബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അതായത് അവർക്കൊരു വിശ്വാസം വേണം, എങ്ങനെ തിരിച്ചടയ്ക്കുമോ ഇല്ലയോ, ഇദ്ദേഹം എങ്ങനെ ഈ ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കുമെന്നുള്ളൊരു കൺഫർമേഷൻ വേണം, അതിനാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് തീർച്ചയായിട്ടും വാട്സപ്പിൽ ചോദിക്കാം ഇവിടെ എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അത് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരാം. ഓക്കെ, അത്യാവശ്യക്കാർ മീൻസ് ലോൺ എടുക്കാൻ ഞാൻ ആരെയും നിർബന്ധിക്കുന്നതല്ല. ചില അവസരങ്ങളിൽ എനിക്ക് പോലും എന്താ പറയുന്നത് കയ്യിൽ ക്യാഷ് ഇല്ലാതെ വരുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള NBFC ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നൊരു കാര്യം, ഞാനിപ്പോൾ ഈ ഒരു നമ്മുടെ ഫിലിം തിയേറ്ററിലെല്ലാം അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു വാർണിംഗ് കാണിക്കും, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന പോലെ നമ്മളൊരു വാർണിംഗ് പറയുകയാണ്. മുൻകൂട്ടി നിങ്ങൾ പ്രോസസ്സിങ് ഫീസ് കൊടുത്ത് ഒരു ലോണും എടുക്കരുത്. അത് നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങളത് ട്രാപ്പിലാകും. ട്രാപ്പിൽ മീൻസ് നിങ്ങളുടെ ക്യാഷ് പോയി കിട്ടും. ഒരു ജെനുവിനായിട്ടുള്ള ബാങ്കോ NBFCയോ അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് ലോൺ തരില്ല. മീൻസ് ലോൺ അവർ ആ ഒരു തരുന്ന ലോൺ എമൗണ്ടിൽ നിന്നാണ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് തുക തരുന്നത്. അല്ലാതെ മുൻകൂട്ടി അങ്ങോട്ട് കൊടുത്ത് നിങ്ങൾ ഒരിക്കലും പൈസ മേടിക്കാൻ നിൽക്കരുത്. ഒരുപാട് പേരെന്നെ എപ്പോഴും വിളിക്കുന്നുണ്ട്, അവരുടെ ക്യാഷ് പോയതാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. നമ്മളെ വിശ്വസിപ്പിക്കാൻ അവർ നല്ല ജെനുവിനായിട്ടുള്ള രേഖകളൊക്കെ അടിച്ച് സീൽ ചെയ്തൊക്കെ ഇട്ട് തരും, അപ്രൂവൽ ഇപ്പോൾ പൈസ ഇപ്പോൾ ഇട്ടുതരാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. ഒരിക്കലും അങ്ങനത്തെ ആ ഒരു ചതിയിൽ പെടരുത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.